ശേഷിയുള്ളതും ശേഷി ഉണ്ടായിരുന്നതുമായ സംസ്ഥാനങ്ങളിലൊക്കെ വർഗീയതയെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഈ കാലത്തെ നമ്മുടെ ബോധ്യമാണ്. ഇടതുപക്ഷം തീർത്ത പ്രതിരോധത്തിലാണ് കേരളം വർഗീയതയെ ചെറുത്തുകൊണ്ട് നിൽക്കുന്നത്. ഈ തർക്കമറ്റ വസ്തുതയ്ക്ക് മേൽ കളവായ പ്രചാരണത്തിലൂടെ തെറ്റിദ്ധാരണ പരത്താനുള്ള വലിയ പ്രചാരവേലയും ഈ കാലത്തെ നമ്മുടെ ബോധ്യമാണ്. വസ്തുതകൾ കൊണ്ട് ഇത്തരം അപനിർമ്മിതികളെ തുറന്നു കാട്ടുകയാണ് ചെയ്യേണ്ടത്. UDF ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും കേരളത്തിൻ്റെ അനുഭവമാണ്. മാറാട് കലാപം കേരളത്തിന് മുന്നിൽ ഒരു പാഠമാണ്. എന്നാൽ LDF ഭരിക്കുമ്പോൾ കേരളം വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത നാടായി നിൽക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവരൊക്കെ കേരളം വിട്ടുപോയതുകൊണ്ടല്ല, തലപൊക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. വർഗീയതയെ ചെറുക്കുന്ന ആ ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്ന കളവായ പ്രചാരണത്തിൻ്റെ കൃത്യമായ ഒരു തെളിവ് ഓർമ്മിപ്പിക്കാം. ഇടത് ഹിന്ദുത്വ ഇത് പ്രചരിപ്പിച്ചവരെ ഓർമ്മയില്ലേ? ഇത്തരം പ്രചാരണങ്ങൾക്കിടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ കണക്കിന് വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ എത്ര പേരാണ്? CK ഗോവിന്ദൻ നായർ മുതൽ VD സതീശൻ വരെ. പക്ഷേ അവരുടെ വിമർശനം മുസ്ലിം സമുദായത്തിനെതിരെ എന്നാരും പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണെന്നും സംഘടിത ശക്തി ഉപയോഗിച്ച ആനുകൂല്യങ്ങൾ നേടുന്നുവെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിയായിരിക്കെ AK ആന്റണിയാണ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തെ സമുദായത്തിനെതിരാണെന്ന പ്രതീതി പരത്താൻ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും എതിർക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാവുക? RSSനെ എതിർത്താൽ എങ്ങനെ ഹിന്ദുവിന് എതിരെയുള്ള എതിർപ്പാകും? മുഖ്യമന്ത്രിയുടെ ചോദ്യം ഈ കാലത്ത് പ്രസക്തമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്